ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നു. ചേട്ടനാണ് ഇങ്ങനെയൊക്കെ കുറച്ച് വാശിക്കാരനാ ആള്. ഉം. അപ്പൊ പറഞ്ഞടാ, ഡാൻസ് മത്സരത്തില് കോമ്പറ്റീഷനിൽ വിജയിക്കുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞത് സാധാരണ നമ്മൾക്കൊന്നും അല്ലത് കിട്ടുന്നത്. ഏതായിരുന്നു? ചന്തം കാളന്തി. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം. ഉം. രവീന്ദ്രമാഷിനെ പോലത്തെ ഉരുപ്പടി ആൾക്കാർ വേറെ ഉണ്ട്. ദിലീപ്. ദിലീപിന്റെ അടുത്ത് ചെയ്യുമ്പോഴുള്ള ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇട്ട് കസക്കി കളയും. ഒരു മാതര ട്യൂണൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല. ആഹാ. നമ്മൾ ഒരു ഒരെണ്ണം ചെയ്ത്, രണ്ടെണ്ണം ചെയ്ത്, മൂന്നെണ്ണം ചെയ്ത് അങ്ങനെ കുറെ സമയം എടുത്ത് അവസാനം പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ എല്ലാ കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും വളരെ പെട്ടെന്ന് പിടിക്കണം. ഉം. അങ്ങനത്തെ ട്യൂണേ പുള്ളിക്ക് വേണ്ടത്. ഉം. പക്ഷെ ദിലീപേട്ടന് എന്നാൽ പോലും പുള്ളിയുടെ ഒരു പടത്തില് ഞങ്ങളെ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ട് അദ്ദേഹത്തിന്റെ പടത്തിലായത്. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഏതായിരുന്നു? ചന്തം കാളന്തി. ആ, ചെസ്സിലെ. ചെസ്സില്. ആ. അത് സിബി ഉദയന്റെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഉം. ഉം. അപ്പൊ സിബി ഉദയനാണ് പറഞ്ഞത് ഇങ്ങനൊരു ഡാൻസ് മത്സരം കോമ്പറ്റീഷനിൽ വിജയിക്കുന്ന ഒരു പാട്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നു. ചേട്ടനാണ് ഇങ്ങനെയൊക്കെ കുറച്ച് വാശിക്കാരനാ ആള്. ഉം. അപ്പൊ പറഞ്ഞടാ, ഡാൻസ് മത്സരത്തില് കോമ്പറ്റീഷനിൽ വിജയിക്കുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞത് സാധാരണ നമ്മൾക്കൊന്നും അല്ലത് കിട്ടുന്നത്. ഉം. രവീന്ദ്രമാഷിനെ പോലത്തെ ഉരുപ്പടി ആൾക്കാർ വേറെ ഉണ്ട്. ഇതിപ്പോ അദ്ദേഹം എപ്പോഴും ഉണ്ട്. ഇതിപ്പോ നമ്മൾക്ക് ആ സിറ്റുവേഷൻ തന്നേക്കാണ്. അപ്പൊ നമ്മൾ മാക്സിമം വെച്ച് പൊരിക്കണം ഉം. എന്ന് പറഞ്ഞിട്ടാണ് ആരും പ്രതീക്ഷിക്കാത്ത ബഹുമാരണി എന്ന് പറഞ്ഞൊരു രാഗം അതിൻ്റെ അകത്ത് ചെയ്ത് ദാസേട്ടനും ചിത്രയൊക്കെ പാടി തകർത്ത്. അപ്പോഴേ ഞങ്ങൾ ആലോചിച്ചു നമുക്ക് ഏത് ടൈപ്പ് പാട്ട്, എത്ര ടഫായിട്ടുള്ള പാട്ടും നമുക്ക് ചെയ്യാൻ ഒരു പേടിയും വേണ്ട. നമ്മളാ ഭാഗത്തേക്ക് ഉയർന്നുവെച്ചാൽ മതി.